വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 5ാം ക്ലാസ്സിലെ സംഖ്യകൾക്കുള്ളിൽ അല്ലെങ്കിൽ വിത്തിൻ നമ്പർ അല്ലേ, എത്ര 11ാമത്തെ ചാപ്റ്റർ ആവും നിങ്ങളെ. അപ്പോൾ അതിൻ്റെ നമ്മൾ 2 ലിങ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ലിങ്ക് ഇട്ടതിൽ ഞാൻ പറഞ്ഞതിൽ ഇവിടെ നോക്കണേ നിങ്ങളെ, ഒരു തെറ്റ് വന്നായിരുന്നു. തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡിവിഷന് പകരം അവിടെ ഇൻറ്റു ആയിട്ടിരുന്നത്. ഞാൻ പറയുന്നതെല്ലാം ഡിവിഷനാണ്, പക്ഷേ എഴുതി വെച്ചത് പിന്നീട് ഞാൻ ക്ലാസ് നോക്കിയപ്പോഴാണ് കേട്ടോ. ഇവിടെ ഡിവിഷനാണ് കേട്ടോ. 36/2 18. നിങ്ങളത് കയറി കണ്ടവർക്ക് അത് മനസ്സിലായി കാണും. ഞാൻ ഡിവിഷൻ എന്ന് പറയുന്നുണ്ടെങ്കിലും അവിടെ എഴുതിയത് ഇൻറ്റു ആണ് കേട്ടോ. അങ്ങനെ ഒരു തെറ്റ് പറ്റിയായിരുന്നു. അപ്പോൾ ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. നമ്മൾ എന്തിനെയാണോ ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞത് അതിനെ ഫാക്ടറൈസ് ചെയ്യുക കേട്ടോ. അതിനെ ഫാക്ടറൈസ് അല്ലെങ്കിൽ ഘടകക്രിയ ചെയ്യുക. അപ്പോൾ ആ കിട്ടിയ നമ്പർ വെച്ചിട്ട് ഇങ്ങനെ ഓരോ ഈ കിട്ടിയ ഇപ്പോൾ ഫസ്റ്റ് 288നെ ഫസ്റ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 144 കിട്ടും. ആ 144നെ അടുത്ത 2 വെച്ച് ചെയ്യുമ്പോൾ 72 കിട്ടും. ആ 72നെ അടുത്ത 2 വെച്ച് ചെയ്യുമ്പോൾ 36 കിട്ടും. ആ 36നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 18 കിട്ടും. അപ്പോൾ ലാസ്റ്റിൽ എത്രയാണ് വരുന്നത്? 18. അത്രയേ ഉള്ളൂ. അപ്പോൾ അത് എക്സർസൈസ് 132 എക്സർസൈസ് മൊത്തം നമ്മൾ ചെയ്തായിരുന്നു കേട്ടോ. 2 പാർട്ട് വിത്തിൻ നമ്പർ എന്ന് പറയുന്നതിൻ്റെ 2 പാർട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതും 2 മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെ കമൻ്റ് ഒന്നും പറഞ്ഞില്ല കേട്ടോ. മനസ്സിലായെന്നോ മനസ്സിലായില്ലെന്നോ ഒന്നും പറഞ്ഞില്ല. രണ്ടായാലും ഞാൻ 3ാമത്തെ പാർട്ട്, അതായത് ലാസ്റ്റ് പാർട്ട്, ചെറിയൊരു ചാപ്റ്റർ ആവും നിങ്ങളെ ലാസ്റ്റ് പാർട്ടിൽ എന്താവും നിങ്ങളെ? കോമൺ ഫാക്ടർ എന്നാണ്. എന്താ നിങ്ങളെ? കോമൺ ഫാക്ടർ എന്താ? പൊതുഘടകങ്ങൾ അല്ലേ. കോമൺ ഫാക്ടറിൻ്റെ മലയാളമാണ് പൊതുഘടകങ്ങൾ. എന്താണ് ഈ പൊതുഘടകങ്ങൾ അല്ലേ? എന്തുവാണ് ഈ പൊതുഘടകങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ ഫാക്ടർ ഞാൻ അതിൻ്റെ ഒരു എളുപ്പവഴി, അതായത് എന്താ, നമ്പേഴ്സ് വിച്ച് ആർ ദ ഫാക്ടേഴ്സ് ഓഫ് ബോത്ത് ദ നമ്പേഴ്സ് ആർ കാൾഡ് കോമൺ ഫാക്ടേഴ്സ് ഓഫ് ദീസ് 2 നമ്പേഴ്സ്. നിങ്ങളുടെ ടെസ്റ്റിൽ ഇതൊരു ബോക്സിലിട്ട് എഴുതിയിട്ടുണ്ട്. അതായത് 2 സംഖ്യകളുടെയും ഘടകങ്ങളായ സംഖ്യകളെ ആ സംഖ്യയുടെ പൊതുഘടകങ്ങൾ എന്നാണ് പറയുന്നത്. 2 സംഖ്യകളുടെയും പൊതുഘടകങ്ങളായ സംഖ്യകളെ വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ആ സംഖ്യകളെയാണ് നമ്മൾ പൊതുഘടകങ്ങൾ എന്ന് പറയുന്നത്. കണക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനൊരു എക്സാമ്പിൾ പറയാം, നിങ്ങളെ നോക്കണേ. 36 ഡിവൈഡ് 12 എന്ന് ഞാൻ പറയാം. 36 ഡിവൈഡ് 12. നല്ലപോലെ മനസ്സിലാക്കണേ നിങ്ങളെ. എന്താണെന്നറിയോ? പൊതുഘടകങ്ങളല്ലേ, കോമൺ ഫാക്ടറിന് ഒരു എക്സാമ്പിൾ പറയാം ഞാൻ. അപ്പം നിങ്ങൾ ഈ 36 എന്ന് എഴുതിയിട്ടേ, 36 എന്ന് എഴുതിയിട്ട് അതിനെ ഘടകക്രിയ അല്ലെങ്കിൽ ഫാക്ടറൈസ് ചെയ്യുക. 36നെ ഘടകക്രിയ ചെയ്യാൻ ഒക്കെ ഞാൻ പഠിപ്പിച്ചാലേ. എങ്ങനെയാ? ഫസ്റ്റ് എന്താവും നിങ്ങളെ നോക്കിക്കേ, ഈ ലാസ്റ്റ് ഡിജിറ്റ് 2 4 6 8 വന്നു കഴിഞ്ഞാൽ 0 ഉണ്ട്. 0 2 4 6 8 വന്നു കഴിഞ്ഞാൽ നമുക്ക് 2ൻ്റെ ടേബിളിൽ പറ്റുമെന്നറിയാം ആണല്ലോ. ഈ 3നകത്ത് 2 എത്ര വെട്ടം പറ്റും? 1 വെട്ടം. 1 2 2. പിന്നെ ഇവിടെ ബാലൻസ് ഒരു 1 ഉണ്ട്. ആ 1 ദണ്ട് ഇവിടെ കൊടുക്കണം. അപ്പോൾ അത് 16. ഇതൊരു എളുപ്പവഴിയാണ് കേട്ടോ. നേരത്തെയൊക്കെ എൻ്റെ ക്ലാസ് കണ്ടവർക്ക് അത് അറിയായിരിക്കും. ഇതൊരു എളുപ്പവഴിയാണ് നിങ്ങളെ. 36നെ നമ്മൾ എങ്ങനെയാണ് 36നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതെന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇതിനെ ആ ഫാക്ടറൈസ്, നമ്മൾ ഇതിനെയും ഫാക്ടറൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നോ നോക്കാം. 1 2 2. അപ്പോൾ ബാലൻസ് ഇവിടെ ഒരു 1 വന്നു ഇല്ലേ, കാരണം ഇവിടെ 3 അല്ലേ. 3നകത്തുനിന്ന് 2 പോയാൽ ബാലൻസ് 1നെ നമ്മൾ ഇപ്പുറത്തോട്ട് കൊടുത്തു. 16. ഈ 16 2ൻ്റെ ടേബിളിൽ വരുമല്ലോ. എത്ര? 8 2 16. 8 × 2 16. ഓക്കെ. ഇനി 18 ലാസ്റ്റ് ഡിജിറ്റ് 2 വന്നാൽ 2ൻ്റെ ടേബിളിൽ പറ്റും. എത്ര നിങ്ങളെ? 2 × 9 2 9 18. ഇനി 9 2ൻ്റെ ടേബിളിൽ പറ്റുമോ? ഇല്ല. അപ്പം നമുക്ക് 3ൻ്റെ എടുക്കാം. 3 3 9. 3 ഏതിൻ്റെ ഇതിലാണ്? 3ൻ്റെ ടേബിളിൽ 1 വെട്ടം. അപ്പോൾ 36ൻ്റെ നമ്മൾ ചെയ്തു. മനസ്സിലായോ? ഇനി അതുപോലെ എന്താണെന്നറിയോ? 12ൻ്റെ ഇതുപോലെ ചെയ്യാം. 12 ആണല്ലോ 12. 12നെ അതുപോലെ ചെയ്യാം. നോക്കണേ 12 കേട്ടോ. ഈ 12നെ നമുക്ക് ഏതാ? ലാസ്റ്റ് ഡിജിറ്റ് 2 അല്ലേ. അപ്പോൾ നമുക്ക് 2 വെച്ച് ചെയ്യാം. 2 എത്ര? 6 അല്ലേ. 6 × 2 6 2 12. അപ്പോൾ നമുക്ക് എത്ര നിങ്ങളെ? 2 വെച്ച് ചെയ്യാം അല്ലേ. 2 വെച്ചാകുമ്പം 3 2 6. 3നെ നമ്മൾ എത്ര വെച്ച് ചെയ്യാം? 3 വെച്ച് 1. ഇത്രയും നമുക്കറിയാമല്ലോ, ഒരു സംശയമില്ല. ഇല്ല, ഓക്കെ ആണോ നിങ്ങളെ? ഇതറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഇനി അങ്ങോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇത് നിങ്ങളെ ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ. ഇനി നമ്മൾ എഴുതേണ്ടത് എന്താണെന്ന് അറിയണ്ടേ? 36 36 സാധാരണ കോമൺ ഫാക്ടർ കാണുന്നത് എങ്ങനെയാണെന്ന് കേട്ടോ. 36 എന്ന് എഴുതിയിട്ടെ ഇവിടെ എന്തൊക്കെയുണ്ടോ അത് പറക്കെഴുതുക. 2 × 2 × 3 × 3
ഇൻറ്റു 1 ഇട്ടാലും കുഴപ്പമില്ല, ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. കാരണം ഏതൊരു സംഖ്യയെ 1 വെച്ച് നമ്മൾ ഇൻറ്റു ചെയ്യുക അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴും ആ സംഖ്യ തന്നെ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല, ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. നോക്കിയേ, അത് എഴുതു. ഇനിയും 12 എന്ന് എഴുതിയിട്ട് എത്രയ്ക്കാ 2 ഇൻറ്റു 3 കണ്ടോ, മനസ്സിലായോ? അപ്പോൾ ഈ 36ൻ്റെ പ്രൈം ഫാക്ടർ അല്ലെ ഫാക്ടർ ചെയ്യുക, ഘടകക്രിയ ചെയ്യുക, പിന്നെ എത്ര 12ൻ്റെയും ചെയ്യുക. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി എന്താണ്ട് ഇതിൽ രണ്ടിലും പൊതുവായിട്ട് വരുന്നത് ഏതൊക്കെയുണ്ടെന്ന് നോക്കുക. ഏതൊക്കെയുണ്ടോ നിങ്ങൾ ഇതിൽ രണ്ടിലും പൊതുവായിട്ട് വരുന്നത് നോക്കിക്കേ. ഈ 2 എണ്ണം ഇതിനകത്തിൽ രണ്ടിലും വരുന്നില്ലേ? മനസ്സിലായോ? നോക്കിയേ, ഈ 2 എണ്ണം ഇതിനകത്തിൽ രണ്ടിലും പൊതുവായിട്ട് വരുന്നില്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഇനി നോക്കിയേ, ഈ 3 എണ്ണം ഇതിൽ രണ്ടിലും പൊതുവായിട്ട് വരുന്നില്ലേ? നോക്കിയേ, ഒരെണ്ണം അവിടെ വരാതെ നിൽപ്പുണ്ട്. എത്രയാണെന്നറിയോ? 3. ഇങ്ങനെ ഈ രണ്ടിലും പൊതുവായിട്ട് വരുന്നതിനെയാണ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത്. ഇപ്പോൾ പിടികിട്ടിയോ കോമൺ ഫാക്ടർ എന്താണെന്ന്? നമുക്ക് തന്നിരിക്കുന്ന 2 സംഖ്യകളെയും നമ്മൾ ഇങ്ങനെ ഘടകക്രിയ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന രണ്ടിനെയും ഇങ്ങനെ നിരത്തി എഴുതിയിട്ട് രണ്ടിലും ഉണ്ടെങ്കിൽ, 2 എണ്ണത്തിലും വേണേ, ആ 2 എണ്ണത്തിലും ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കോമൺ ഫാക്ടർ എന്ന് പറയുന്നത്. എന്താ നിങ്ങളെ കോമൺ ഫാക്ടർ എന്ന് പറയുന്നത്? അല്ലെങ്കിൽ എന്താ പൊതു ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ ഒരാൾ മാറി ഇല്ലാതെ കിടക്കുന്നുണ്ടല്ലേ, കോമൺ ഫാക്ടർ അല്ലാതെ ഒരാൾ കിടപ്പുണ്ട്. കാരണം അയാൾക്ക് ഇപ്പുറത്ത് ഒരു ജോഡി എടുക്കാനില്ല, 3 തന്നെ താഴെ വരികയാണ് അല്ലേ, ഇല്ല. അപ്പം നമ്മൾ എന്താണെന്നറിയോ, അതായിരിക്കും ഇതിൻ്റെ ആൻസർ. അതായത് 36നെ നമ്മൾ 12 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 12 3 36. അപ്പോൾ പിടികിട്ടിയോ? അപ്പോൾ ആൻസർ നമുക്ക് നോക്കിക്കേ, ഏതാ വന്നേ? 3 വന്നു. ഇതാണ് ഇപ്പോൾ രണ്ടിലും നമുക്ക് പഠിക്കേണ്ട എന്താ? കോമൺ ഫാക്ടറാണ് അല്ലേ, പൊതു ഘടകങ്ങൾ. ഇതാ കുഞ്ഞുങ്ങളെ സത്യത്തിൽ ഇതിൻ്റെ എളുപ്പവഴി കേട്ടോ. ഇനി ഓരോ ടീച്ചറും അവരുടേതായ രീതിയിൽ പഠിപ്പിക്കും, അവർ പഠിപ്പിക്കുന്നത് ശരിയാണ് കേട്ടോ. ഇത് ഞാനൊരു എളുപ്പവഴി നിങ്ങളിൽ എങ്ങനെയാണ്, ഇതെന്തോ വലിയ സംഭവമാണെന്ന് വിചാരിച്ച് നിങ്ങൾ പേടിച്ചൊന്നും വേണ്ട. ഏറ്റവും എളുപ്പമുള്ളൊരു ചാപ്റ്ററായത് കേട്ടോ, അങ്ങനെ പേടിക്കേണ്ട. ഇത് എളുപ്പം നമുക്ക് ചെയ്തുകൂടായോ നിങ്ങൾ? ഏതാണ്ടേ 36 നമുക്ക് ഇങ്ങനെ ചെയ്യാൻ അറിയാമല്ലോ, ഇങ്ങനെയും ചെയ്യാനറിയാം. നോക്കിയേ, 36നെ 12 വെച്ച് എഴുതിയിട്ട് നേരെ എഴുതുക കേട്ടോ. ഇനി ഞാൻ ഒരെണ്ണം കൂടെ തരാം, നിങ്ങൾക്ക് ഇത് മാത്രമേ പറ്റുമോ എന്നൊരു ഡൗട്ട് വരും. നോക്കിക്കേ, നോക്കണേ നിങ്ങളെ, രണ്ടാമത്തെ എക്സസൈസ് നോക്കിക്കേ. 2 90/90/18 എന്ന് കൊടുക്കുക. 90/18 നമ്മൾ അതുപോലെ തന്നെ 90നെ എഴുതുക, 90നെ എഴുതുക അല്ലേ. ലാസ്റ്റ് 0 വന്നാൽ നമുക്ക് 2 വെച്ച് പറ്റും. 2 എഴുതുക. എത്ര? 4 2 8 ബാക്കി ഒരു 1 വന്നു, അത് ഇങ്ങോട്ട് വിട്ടു. 10 5 2 10 45 വന്നേ. മാറ്റിയിട്ട് വേണമെങ്കിലും ചെയ്യാം കുഞ്ഞുങ്ങളെ, ഇങ്ങനെ ചെയ്യാൻ അറിയാൻ വയ്യാത്തവർക്ക് 90നെ മാറ്റിയിട്ട് 2 വെച്ച് ചെയ്യാം. എത്ര? 2ൻ്റെ ടേബിളിൽ 9 വരുന്നുണ്ടോ? 4 2 8 വരുന്നുള്ളൂ. 4 2 8, ബാലൻസ് 10 അല്ലേ. എത്ര? 5 2 10. ഇങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിത് കുറേ ഞങ്ങൾ ചെയ്യുന്നത് കൊണ്ട് എളുപ്പവഴിക്ക് വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. ഇങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താ? 45 വന്നു, സംശയമൊന്നും ഇല്ലല്ലോ. 2 4 8, ഇവിടെ ഒരു ഒന്നുകൂടെ ഉണ്ട്, അത് ഇപ്പുറത്തിട്ട് 10 5. ഇതൊരു എളുപ്പവഴി ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പഠിപ്പിക്കുന്നത്. ഇത് ചെയ്യുമ്പോൾ തെറ്റുന്നവർ ഈ രീതി ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നോക്കിയേ, ലാസ്റ്റിൽ നമുക്ക് 45 വന്നു. 45 വന്നാൽ നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി 5 തന്നെ എടുക്കുക അല്ലേ. എത്ര? 9 5 45. 9, ഈ 9 3ൻ്റെ ടേബിൾ. എത്ര? 3 3 9 3 1. എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങളത്? ഇല്ലല്ലോ. അടുത്ത ഇനി നമുക്ക് 18 അതുപോലെ എഴുതാം. 18 ലാസ്റ്റ് 8 വന്നുകൊണ്ട് 2 പറ്റും. 9 2 18. 9 എന്ന് വെച്ചാൽ 3ൻ്റെ ടേബിളിൽ 3 3 1. ഓക്കെ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ 90 എന്ന് എഴുതിയിട്ട് 90ൻ്റെ എത്രയൊക്കെയായിരുന്നു? 2 ഇൻറ്റു 2 5 10 പൈറ്റി 3 30 30 ഇൻറ്റു 3 90 കേട്ടോ. ഇനി 18 എന്ന് എഴുതിയിട്ട് 18 ഈസിക്കൽ ടു എത്രയ്ക്കാണ്? 2 ഇൻറ്റു 3 ഇൻറ്റു 3 കണ്ടോ? 2 ഇൻറ്റു 3 ഇൻറ്റു 3. അപ്പോൾ നോക്കണേ, ഇതിൽ രണ്ടിലും പൊതുവായിട്ട് വന്ന ആരാന്ന് നോക്കിയോ നിങ്ങളെ. ഇവിടെ 2 എടുത്തുകൊണ്ട് 5, ഇവിടെ 2 എടുത്തും ഇല്ല, അപ്പോൾ വേണ്ട. അടുത്ത ഈ 3 ഇവിടെ 2 എടുത്തുമുണ്ട്. നോക്കണേ, ചാടി കയറി എഴുതല്ലേ. ഇനി ഈ 3 ഇവിടെ 2 എടുത്തുമുണ്ട്.
കണ്ടോ, ഈ വന്നതാണ് കോമൺ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. കണ്ടോ, രണ്ടിലും എന്താണോ വരുന്നത് അതാണ് കോമൺ ഫാക്ടേഴ്സ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ? നമുക്ക് പഠിക്കാനുള്ളത് പൊതു ഘടകങ്ങൾ അല്ലെങ്കിൽ കോമൺ ഫാക്ടേഴ്സ് ആണ്. അതെന്താണെന്നാണ് ഇങ്ങനെ നിങ്ങളെ ചിലപ്പോൾ സ്കൂളിൽ ടീച്ചർ പഠിപ്പിക്കത്തില്ല, കാരണം ടെസ്റ്റിലെ കയറി പഠിപ്പിച്ച് അങ്ങ് പോവായിരിക്കും. പക്ഷേ എന്താണെന്ന് അറിയണ്ടേ, അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. കാണുന്നവർ കണ്ട് മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കിയാൽ മതി, ഇല്ലാത്തവർ ടെസ്റ്റിലെ അങ്ങ് ചെയ്ത് പഠിക്കുന്നതല്ല. പക്ഷേ എന്താണെന്ന് അറിഞ്ഞിട്ട് വേണ്ടേ നിങ്ങളെ ടെസ്റ്റിലെ ചെയ്യാൻ, അതുകൊണ്ട് ഇട്ടതാണ് കേട്ടോ. അപ്പം 90ൻ്റെയും 18ൻ്റെയും 90നെ നമ്മൾ ഇങ്ങനെ ചെയ്യുക. 2 5 10 പൈറ്റ് 3 30 30 3 90 2 3 6 6 3 18 ഓക്കെ, അത് കിട്ടി. അപ്പോൾ രണ്ടിലും വരുന്നത് ഇവിടെ 2 വരുന്നുണ്ട്, ഇവിടെ ഒരു 3 വരുന്നുണ്ട്, ഇവിടെ ഒരു ഇനി നിങ്ങൾ ചോദിക്കും നേരെ തന്നെ വേണമെന്നുണ്ടോ എന്ന് ചിലപ്പോൾ ചോദിക്കാം. നേരെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, രണ്ടിലും വരണമെന്നേ ഉള്ളൂ, മുകളിലും താഴത്തേതിലും വരണമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് ഇവിടെ 5ൻ്റെ താഴെ 3 അല്ലേ എന്നൊന്നും വിചാരിക്കണ്ട, മേളിലും താഴെയും വരണം എന്നേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏതാ കോമൺ ഫാക്ടർ അല്ലെങ്കിൽ പൊതു ഘടകം എന്ന് പറയുന്നത് എന്താ നിങ്ങളെ? ഇവിടെ 2 3 3 ആണ് അല്ലേ. അപ്പോൾ ഇനി വരാത്ത ഒരാൾ ഇവിടെ കിടപ്പുണ്ട് അല്ലേ, ഇവിടെ ഒരാൾ വരാത്തത് കിടപ്പുണ്ട്. മുമ്പ് നമ്മളില്ല 3ൻ്റെ കാര്യം പറഞ്ഞില്ല, ഇവിടെ വരാത്ത ഒരു 3 ഉണ്ടായിരുന്നു അല്ലേ. ഇവിടെ കോമൺ ഫാക്ടർ അല്ലാത്തത് ഇവിടെ ഒരു 5 ആണ് അല്ലേ. അപ്പം നമ്മൾ എന്തോ ചെയ്യണം? 90നെ 18 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 5 കിട്ടുന്നതെന്ന്. 90നെ 18 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 5 കിട്ടുമെന്ന് കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കണേ. 90നെ 18, അതായത് 90നെ നമ്മൾ ഇങ്ങനെ 18 വെച്ച് ചെയ്യുമ്പോഴേ 18 5 90 കേട്ടോ. അതാണ് സംഭവം. ഇപ്പോൾ പിടികിട്ടിയോ? കോമൺ ഫാക്ടർ എന്തോ അത് മനസ്സിലായോ നിങ്ങളെ? 10 മിനിറ്റ് എടുത്ത് അധികം എടുത്താലും വേണ്ടിയില്ല, സംഭവം എന്താണെന്ന് പിടികിട്ടിയോ? ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും ഞാൻ ഈ 2 എണ്ണം നിങ്ങളെ എന്താണ് കോമൺ ഫാക്ടർ എന്ന് പഠിച്ചത് നിങ്ങളെ. ഇനി നമുക്ക് ടെസ്റ്റിലെ എക്സർസൈസ് ചെയ്യാം. നോക്കണേ, ടെസ്റ്റിലെ എക്സർസൈസ് ആണ് പേജ് നമ്പർ 132 കാണുന്നുണ്ടോ? കണ്ടോ, അവർ ചെയ്തിരിക്കുന്ന കോമൺ ഫാക്ടർ കണ്ടോ നിങ്ങളെ? അതായത് അത് നമുക്കൊന്ന് ചെയ്തു നോക്കാം, എങ്ങനെയാണെന്ന് നോക്കാം. നോക്കിക്കേ, 210 ഡിവൈഡ് 42, 210 210 ഡിവൈഡ് 42 നോക്കാം. 210 ഡിവൈഡ് 42 അവരാദ്യമേ എന്താണെന്നറിയോ? നോക്കണേ നിങ്ങളെ, 42നെ ഡിവൈഡ് ചെയ്തു. എന്താ നിങ്ങളെ? 42നെ ചെയ്തു. എങ്ങനെയാ 42? 42നെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുക. നോക്കിക്കേ, ഫസ്റ്റ് 2 വന്നു, ഈ ലാസ്റ്റ് 2 വന്നാൽ നമുക്ക് 2 വെച്ച് ചെയ്യാം. 2 2 2 4 പിന്നെ ഒരു 21 വന്നു. കണ്ടോ, അവർ ഫസ്റ്റിലെടുത്തത് 2 × 21 ആണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അവർ ഫസ്റ്റിലെടുത്തത് 2 × 21 ആണ്. നമ്മൾ താപ്പോട്ട് ചെയ്തായിരുന്നു. ടെസ്റ്റിൽ ചെയ്തേക്കുന്നത് 2 × 21 ആണ്. അപ്പോൾ എത്ര? അപ്പോൾ എങ്ങനെ എഴുതും? ടെസ്റ്റിൽ എഴുതിയേക്ക് നോക്കിക്കേ. 42 എന്ന് പറയുന്നത് 2 × 21 ആണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 210നെ നമ്മൾ എത്ര വെച്ച് ചെയ്യണം? ഈ 2 വെച്ച് ഡിവൈഡ് ചെയ്യണം. ഫസ്റ്റിൽ നമുക്ക് എത്ര കിട്ടിയേ? 2 അല്ലേ, ആ 2 വെച്ച് ഡിവൈഡ് ചെയ്യണമെന്ന്. 210നെ നമ്മൾ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര നിങ്ങളെ? 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 2 2 ഇതൊന്ന് നോക്കണേ, ഇതെല്ലാവർക്കും തെറ്റുന്നാവും നിങ്ങളെ. 1 2 2 ആണല്ലേ. 1 × 2 2. പിന്നെ നോക്കിക്കേ, പിന്നെ ഒരു 1 ആണ് കിടക്കുന്നത് അല്ലേ. ഈ 1-നകത്ത് 2 പറ്റുമോ? ഇല്ല. അപ്പം നമ്മൾ എന്താണെന്നറിയോ? 2 സംഖ്യ ഒരുമിച്ച് താത്തിറക്കുമ്പോൾ, ഇതെല്ലാവർക്കും തെറ്റുന്നതുകൊണ്ടാണേ നിങ്ങളെ. 2 സംഖ്യ ഒരുമിച്ച് നമ്മൾ താഴോട്ട് ഇറക്കുമ്പോൾ, ഓക്കെ, നമ്മൾ സാധാരണ ഓരോന്ന് വീതമായിരുന്നു ഇതുവരെ താഴോട്ട് ഇറക്കിയത്. ഇനി 2 എണ്ണം ഈ 1 വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് 2 സംഖ്യയെ നമ്മൾ ഒരുമിച്ച് താഴോട്ട് ഇറക്കുമ്പോൾ മുകളിൽ ഒരു 0 ഇട്ട് കൊടുക്കണേ, മറക്കല്ലേ. മുകളിൽ 2 സംഖ്യ ഒരുമിച്ച് നമ്മൾ താഴോട്ട് ഇറക്കുമ്പോൾ മുകളിൽ ഒരു 0 ഇട്ട് കൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 10 കിട്ടി അല്ലേ. ഇവിടെയും 10 ഇവിടെയും 10. അപ്പോൾ എത്ര? 5 2 10 കേട്ടോ. ഇതെല്ലാവർക്കും ഇവിടെ 15 എന്നാണ് മിക്കവാറും ഉള്ളവരെല്ലാം എഴുതി വെക്കുന്നത്. കാരണം എന്താ? 1 2 2 പിന്നെ എന്താ 10 അല്ലേ. അപ്പോൾ 5 2 10. അങ്ങനെ നിങ്ങളൊന്ന് ചിന്തിച്ചേ, 15 2 ആണോ 210? 15 2 30 അല്ലേ കുഞ്ഞുങ്ങളെ. അപ്പോൾ അങ്ങനെ ചിന്തിച്ചോണേ. അപ്പോൾ 105 × 2 ആണ് 210. അപ്പം നമുക്ക് എത്ര കിട്ടി? 210 105. നമുക്ക് ആൻസർ 105 കിട്ടി. ഇത് ടെസ്റ്റിൽ ഇങ്ങനെയാണെന്നേ പറഞ്ഞേ, അതുകൊണ്ട് പറഞ്ഞേ കേട്ടോ. ഇനി നമുക്ക് എടുക്കാൻ ആരാണ്? ഒരു 21 ഉണ്ട്. അപ്പം നമ്മൾ ഈ കിട്ടിയ 105നെ എന്ത് ചെയ്യുക?
105നെ ഈ 21 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ ഈ 21നെ നമ്മൾ എന്ത് ചെയ്യാവും നിങ്ങളെ? 21 എന്ന് പറയുന്നതിനെ 105 ഡിവൈഡ് 21 എന്നുള്ളതിനെ 21നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. എത്ര? 21നെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്തു. എത്ര? 3 7 21. മനസ്സിലായോ? നമ്മൾ 21നെ 2 വെച്ച് ഇൻറ്റു ചെയ്തപ്പോഴായിരുന്നു നമുക്ക് 42 കിട്ടിയത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് എത്ര? 105 കിട്ടി. ഇനി എത്ര ഉണ്ട് എടുക്കാൻ? 2 വെച്ചേ എടുത്തുള്ള ഈ 2 ആയത്. ഇനി നമ്മൾ എത്ര എടുക്കണം? 21 വെച്ച് വീണ്ടും ചെയ്യണം. ഈ കിട്ടിയ ആൻസർ വെച്ചാണ്, അല്ലാതെ 210 അല്ല. ഈ കിട്ടിയ ആൻസർ വെച്ചിട്ട് 21 വെച്ച് ചെയ്യണം. 21 എന്ന് പറയുന്നത് എത്ര? 7 × 3 അല്ലെ 3 × 7 ആണ്. മനസ്സിലാവുന്നുണ്ടോ? 3 × 7. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യണം? ഇനി ഈ കിട്ടിയ 105നെ നമ്മൾ എന്ത് വെച്ച് ചെയ്യണം നിങ്ങളെ? 3 വെച്ച് ചെയ്യണം കേട്ടോ. 105നെ 3 വെച്ച് ചെയ്യണം. അപ്പോൾ എത്ര? 3 3 9 ശിഷ്ടം 1 5 5 3 15 എത്ര കിട്ടി? 35. ഈ 3 വെച്ചാണേ, ഈ 3 വെച്ചാട്ടോ. ഓക്കെ, 3 വെച്ച് ചെയ്തു. ഇനി എത്ര ഉണ്ട്? ഒരു 7 കിടപ്പുണ്ട് നമ്മൾ ചെയ്യാറുള്ളത് അല്ലേ? അപ്പോൾ ആ 35നെ എടുത്തുകൊണ്ട് വന്നിട്ട് 7 വെച്ച് എന്ന് വെച്ചാൽ എല്ലാത്തിനെയും സ്പ്ലിറ്റ് ചെയ്യുന്നതിനനുസരിച്ച് 2 × 21 ആയിരുന്നു 42. അതിൻ്റെ 2 വെച്ച് നമ്മൾ ആദ്യം ചെയ്തു. അപ്പം നമുക്ക് 105 കിട്ടി. പിന്നെ 21 വെച്ച് ചെയ്യാനുണ്ടായിരുന്നു. ആ 21നെ നമ്മൾ വീണ്ടും സ്പ്ലിറ്റ് ചെയ്തു അല്ലേ? ഇൻറ്റു ചെയ്തു. എത്ര? 7 × 3 അല്ലെ 3 × 7. അപ്പം 3 വെച്ച് ചെയ്യുക. പിന്നെ ബാലൻസ് ഒരു 7 ഉണ്ട്. ആ 7നെ പിന്നെ ചെയ്യുക കേട്ടോ. അപ്പോൾ എന്താ? 37 ഡിവൈഡ് 7 എന്ന് പറയുന്നത് എത്ര നിങ്ങളെ? 5 7 ആണ് 35. ഇതാണ് നിങ്ങളുടെ ടെസ്റ്റിൽ തന്നിരിക്കുന്ന മെത്തേഡ് കേട്ടോ. പക്ഷെ ഞാൻ കോമൺ ഫാക്ടർ ഞാൻ പറഞ്ഞ രീതി ഏതാവും നിങ്ങളെ? ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പം നമുക്കൊന്ന് ചെയ്തു നോക്കാം. ചുമ്മാതെ ഒന്ന് ഓറിട്ട് നോക്കൂ നിങ്ങളെ. നിങ്ങൾക്ക് ഏതാണോ എളുപ്പമെന്ന് വെച്ചാൽ കേട്ടോ. ഈ ടെസ്റ്റിലെ ആൻസർ ഇതാണ് കേട്ടോ, ടെസ്റ്റിലെ. അപ്പം ഞാനൊന്ന് പറയട്ടെ. ഇപ്പം നമ്മൾ പറഞ്ഞു 210 ഡിവൈഡ് 42 അല്ലേ? അപ്പോൾ 210നെ നമുക്ക് എന്ത് ചെയ്യാം? 210നെ 2 വെച്ച് ചെയ്യുക. എത്ര നിങ്ങളെ? മുമ്പ് നമ്മൾ പറഞ്ഞു എത്ര? 210നെ 2 വെച്ച് 105 അല്ലേ? മുമ്പ് പറഞ്ഞതാ 105. ഈ 105നെ ലാസ്റ്റിൽ 5 വന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 5ൻ്റെ ടേബിളിൽ ചെയ്യാം. എത്ര? 2 5 10 1 5 5 21 വന്നു അല്ലേ? ഈ 21നെ എന്താ 3ൻ്റെ ടേബിളേ പറ്റത്തുള്ളൂ. 7 3 21 7 1 കണ്ടോ? ഇത്രയും കിട്ടി. ഇനി 42 എന്ന് പറയുന്നതിനെ 42നെ 2ൻ്റെ ടേബിൾ എത്ര? 2 2 4 1 2 2 21 3ൻ്റെ ടേബിളിൽ 7 7നെ 1ൻ്റെ ടേബിൾ ഇങ്ങനെ ചെയ്തു അല്ലേ? ഇനി നമ്മൾ 210 എന്ന് എഴുതിയിട്ട് 2 × 5 × 3 × 7. ഇനി 42 എന്ന് എഴുതിയിട്ട് നമുക്ക് എഴുതാം 2 × 3 × 7 എന്നും എഴുതാം. മനസ്സിലായോ? പൊതുവായിട്ട് വന്ന ആരൊക്കെയോ നിങ്ങളെ? 2 വന്നു, 5 ഇല്ല, 3 വന്നു, 7 വന്നു അല്ലേ? പൊതുവായിട്ട് വന്നത് 1 2 3 എണ്ണമാണ്. ഇനി ഇതിൽ വരാത്തതാരാണ്? ഇവിടെ ഒരു 5 കിടപ്പുണ്ട്. ഇയാൾക്ക് എന്താ കോമൺ ആയിട്ട് ഇവിടെ താഴെ ആരുമില്ല. അപ്പം നമുക്ക് എന്താ ഇവിടെ കിട്ടിയ ആൻസർ എത്ര നിങ്ങളെ? 5 അല്ലേ? അല്ലേ? അപ്പം നമുക്കിവിടെ ഏതെടുക്കാം? 5 അല്ലേ ഇപ്പോൾ വരുന്നത്? മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇതൊരു എളുപ്പവഴി ഞാൻ പറഞ്ഞതാട്ടോ. അത് ചിലവർക്കത് പെട്ടെന്ന് കത്തിക്കാണും. നിങ്ങൾക്ക് ടെസ്റ്റിൽ തന്നിരിക്കുന്ന സത്യത്തിൽ ഈ മെത്തേഡ് യൂസ് ചെയ്യാനാണ് കേട്ടോ. ടെസ്റ്റിലെ കേട്ടോ, ടെസ്റ്റിലെ നോക്കിക്കൊണ്ടു നിങ്ങളെ ടെസ്റ്റിലെ. പിന്നെ ഇത് ഞാൻ പറഞ്ഞതാണ്, കാരണം ഇത് നിങ്ങൾക്ക് ഇത് ചെയ്തിട്ട് ആൻസർ ശരിയാണോ എന്നറിയാൻ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി നിങ്ങളെ. അപ്പം നമുക്ക് 210 ഡിവൈഡ് 42 എന്ന് പറയുന്നത് 5 വരും കേട്ടോ. കാരണം കോമൺ ഫാക്ടർ അല്ലാതെ വരുന്നത് ഏതാണോ അതാണ് എന്താ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ടെസ്റ്റിൽ ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ കേട്ടോ. ഇനി അടുത്ത നമ്മുടെ ടെസ്റ്റിൽ ഏതാ ചെയ്തിരിക്കുന്നത്? ടെസ്റ്റിലെ ചോദ്യം നോക്കുന്നില്ല. 168 ഡിവൈഡ് 24 കണ്ടോ? ഇപ്പം മുമ്പ് ചെയ്തതിൻ്റെ സ്റ്റെപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ഡിവൈഡ് 105നെ 3 × മുമ്പ് നമ്മളാ ചെയ്തില്ലേ, അതിൻ്റെ സ്റ്റെപ്പ് തന്നിട്ടുണ്ട്. പേജ് നമ്പർ 133 ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ സ്റ്റെപ്പാവും നിങ്ങളിത് നല്ലപോലെ മനസ്സിലാക്കണം. ഏതിനെയാണോ ഡിവൈഡ് ചെയ്യുന്നത് 42 ആയിരുന്നു, ആ ഡിവൈഡ് ചെയ്യേണ്ടതിനെ നമ്മൾ എന്ത് ചെയ്യുക? 2ൻ്റെ ടേബിളിൽ വരുന്നുണ്ടെങ്കിൽ അത് എഴുതുക. എന്നിട്ട് ആ കിട്ടിയതിനെ വെച്ച് ചെയ്യണം. ഇത് നല്ലപോലെ മനസ്സിലാക്കണേ കേട്ടോ. ചാടി കയറി എഴുതരുത്.
ചെയ്യരുത്, കാരണം തെറ്റും. അതുകൊണ്ട് നല്ലപോലെ ഇത് ഞാൻ എൻ്റെ എളുപ്പവഴി പറഞ്ഞതാണ്, കാരണം നിങ്ങളുടെ ആൻസർ ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി. കോമൺ ഫാക്ടർ എന്ന് വെച്ചാൽ കറക്റ്റ് ഇതാ ഇങ്ങനെയാണ് ചെയ്യുന്നത്, കോമൺ ഫാക്ടർ കേട്ടോ. ഇനി കോമൺ ഫാക്ടറിൽ അല്ലാതെ വരുന്ന ഏതാണോ അത് കിട്ടും. ലാസ്റ്റിൽ നിങ്ങൾ ചെക്ക് ചെയ്യാൻ ഈ മെത്തേഡ് യൂസ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവർ പറഞ്ഞ നോക്കിക്കേ, 168 ഡിവൈഡ് 24. അപ്പോൾ നോക്കിയോ നിങ്ങളെ, 168 ഡിവൈഡ് 24 അല്ലേ. ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യാം? 24നെ ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണം? കോമൺ ഫാക്ടർ അല്ലേ, കോമൺ ഫാക്ടർ അല്ല ഫാക്ടറൈസ് ചെയ്യണം അല്ലേ, അല്ലെ ഘടകക്രിയ ചെയ്യണം. അപ്പോൾ 2 1 2 2 2 2 4, 12-നകത്തിൽ 2 6 2 12, 6-നകത്തിൽ 3 2 6 3 അല്ല 2 1 ഇങ്ങനെയാണ് വരുന്നത് അല്ലേ. ഏതൊക്കെയാണ്? 2 2 4 4 3 12 12 2 24. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. മനസ്സിലായോ? ഇനി ടെസ്റ്റിൽ ചെയ്തിരിക്കുന്നതാണ്, ടെസ്റ്റ് ചെയ്ത കണക്കുകളാണ് ഞാൻ പറയുന്നത്, കാരണം അതെന്താണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് എക്സർസൈസ് ചെയ്യാം. അപ്പോൾ നോക്കി, അവർ പറഞ്ഞത് 168 ഡിവൈഡ് 24 എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ എന്ത് ചെയ്യാം? 24നെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര? ആദ്യം ഫസ്റ്റ് അവർ പറഞ്ഞത് ഈ ഫസ്റ്റ് നമ്പറായ 2 വെച്ച് നിങ്ങൾ ചെയ്യുക. 2 ഇൻറ്റു 2 3 6 6 2 12 കേട്ടോ. ബാക്കി വരുന്നതിന് 2 ഇൻറ്റു 3 3 അല്ല 2 ഇൻറ്റു 3 6 6 2 12. അപ്പോൾ 2 ഇൻറ്റു 12 വെച്ച് ആദ്യമേ ചെയ്യുക. അപ്പോൾ ആദ്യമേ ഇത്ര ഇട്ട് ചെയ്യണം? 2 വെച്ച് ചെയ്യണം. 168നെ ഡിവൈഡ് ഈ 2 വെച്ച് ആദ്യം ചെയ്യണം. 168നെ നമുക്ക് 2 വെച്ച് ചെയ്യാം. 168 ഡിവൈഡ് 2 8 2 16, പിന്നെ ഒരു 8 എത്ര? 4 2 8 എത്ര കിട്ടി നിങ്ങളെ? 84 കിട്ടി. 84 എങ്ങനെ കിട്ടിയതുണ്ടോ? ഇനി നമുക്ക് എത്ര? 12നെ ഇനി അവർ പറയുക, നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 84 കിട്ടിയ 84നെ 12 വെച്ച് എന്ത് ചെയ്യണം? ഘടകക്രിയ ചെയ്യണം അല്ലേ. 12 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഘടകക്രിയ ചെയ്യാം? 12 ഓക്കെ, 12നെ നമ്മൾ ഘടകക്രിയ ചെയ്തത് 2 ഇൻറ്റു 3 ഇൻറ്റു 4 അല്ലേ. അല്ലയോ നിങ്ങളെ? 2 ഇൻറ്റു 3 ഇൻറ്റു 4 2 3 4 4 3 ഇതല്ല 2 3 6 6 2 12 കേട്ടോ. 12നെ ചെയ്യുന്നതാണേ. അപ്പോൾ ഏതാ? 2 ഇൻറ്റു 3 ഇൻറ്റു 2. അവരത് എളുപ്പത്തിന് വേണ്ടി എന്താണെന്നറിയോ? 2 ഇൻറ്റു 2 4 ഇൻറ്റു 3 വെച്ചാണ് ടെസ്റ്റിൽ ചെയ്തിരിക്കുന്നത് കേട്ടോ. 4 ഇൻറ്റു 3. അപ്പം നമ്മൾ എങ്ങനെ ചെയ്യണം? ഫസ്റ്റ് 4 വെച്ചല്ലേ, അല്ലെ 3 വെച്ച് 80. ഈ കിട്ടിയ ആൻസർ 84നെ എന്താവും നിങ്ങളെ? 3 ഈ 3 4 ഏതെങ്കിലും എടുത്തോ. 4 എങ്കിൽ 4 എടുത്താൽ എത്ര? 84നെ 4 വെച്ച് ഡിവൈഡ് ചെയ്താൽ 2 4 8, പിന്നെ ഒരു 4 1 എത്ര കിട്ടി? 21 കിട്ടും. മനസ്സിലായോ? ഇനിയിപ്പോൾ 3 വെച്ചാണെങ്കിലും നോക്കണേ, ഞാനിത് 4 എടുത്തുകൊണ്ടാണ്. ഇനി അടുത്ത ആ 21നെ എത്ര വെച്ച് ചെയ്യണം? ഇതാണേ 4. ഞാൻ ഓരോന്നും വരച്ച് കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്കിത് എവിടെ നിന്ന് കിട്ടിയെന്ന് കൺഫ്യൂഷൻ അടിക്കാതിരിക്കാൻ വേണ്ടി. ഇനി ആ 21നെ എത്ര വെച്ചാവും നിങ്ങളെ? ഈ 3 വെച്ച് 21 ഡിവൈഡ് 3 എത്ര? 7 3 21. ആൻസർ 7 വരും. ഇത് നിങ്ങളുടെ ടെസ്റ്റിലെ കണക്കാണ് ഇങ്ങനെ ചെയ്യുക എന്നുള്ളത് കേട്ടോ. അതായത് ആദ്യം 168 ഡിവൈഡ് 24 24നെ വേണം നമുക്ക് എന്ത് ചെയ്യാൻ? ഫാക്ടറൈസ് ചെയ്യാൻ. അപ്പോൾ 2 ഇൻറ്റു 12 ആ ഫസ്റ്റ് 24 എന്ന് പറയുന്നത് കേട്ടോ. 2. അപ്പോൾ ആ ഫസ്റ്റ് 2നെ എടുത്ത് 168, നമ്മുടെ ക്വസ്റ്റ്യൻ 168 ആ 168നെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്, നമുക്ക് എത്ര കിട്ടി? 84 കിട്ടി. ആ 84നെ ബാക്കി വന്ന 12 കൊണ്ട് ചെയ്യണം അല്ലേ. 12നെ വീണ്ടും നമ്മൾ ഘടകക്രിയ ചെയ്തപ്പോൾ 2 ഇൻറ്റു 3 ഇൻറ്റു 2 അതിനെ കുറച്ചുകൂടെ ഷോർട്ടാക്കിയിട്ട് 4 ഇൻറ്റു 3 ആക്കി. 84നെ കിട്ടി. 84നെ 4 വെച്ച് ചെയ്തപ്പോൾ 21 കിട്ടി. ആ 21നെ കിട്ടിയതിനെയാണ് പിന്നെയും ചെയ്യുന്നത്. ആ 21നെ 3 വെച്ച് ചെയ്തപ്പോൾ 7 കിട്ടി. ഇനി ഞാൻ എൻ്റെ രീതിയിലൊന്ന് പറയട്ടെ കുഞ്ഞുങ്ങളെ, ഇത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി കേട്ടോ. എന്തോ ചെയ്യണം? 168 ഡിവൈഡ് 24 അല്ലേ. 168നെ ഘടകക്രിയ ചെയ്യുക. 2 8 2 16, 4 2 8 2 4 2 8 2 2 4 2 2 2 4 1 2 2 3 7 21 7 1. അടുത്ത 24 2 1 2 2 2 2 4 12 6 2 12 2 3 6 3 1.
അല്ലേ തന്നോ. ഇത് എളുപ്പവഴിയാണോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാൻ കേട്ടോ. ഈ രീതി മനസ്സിലാവുന്നവരെ ചെയ്ത് പഠിക്കും കേട്ടോ. എളുപ്പമാവും നിങ്ങളെ. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ ശരിയാണോ എന്നറിയാം. എന്ന് വെച്ചാൽ 168 എന്ന് എഴുതിയിട്ട് നമുക്ക് ഏതൊക്കെ കിട്ടി? 2 × 2 × 2 × 3 × 7 അല്ലേ. ഇത് ഇത്രയും ഇവിടെ എഴുതുക. ഇനിയും 24 എന്ന് പറയുന്നത് 2 × 2 × 2 × 3 അത്രയേ ഉള്ളൂ അല്ലേ. ഇനി ഇതിനകത്തിൽ കോമൺ ഫാക്ടർ പൊതു ഘടകം 1 2 3 ഉണ്ടോ? ഇത്രയും എണ്ണവും പൊതു ഘടകങ്ങളാണ്. എന്ന് വെച്ചാൽ മുകളിൽ തരുന്ന സംഖ്യ തന്നെ താഴെ ഉണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ അവരെ പെയറാക്കുക, ജോഡിയാക്കുക. ഇനി ഇല്ലാത്ത ഒരാൾ ഇവിടെ കിടപ്പുണ്ടാരാ? 7. അപ്പോൾ അതാ നമ്മുടെ ആൻസർ. മുമ്പ് കിട്ടിയത് 7 തന്നെയല്ലേ നിങ്ങളേണ്ട? 7 അത്രയേ ഉള്ളൂ. 168 / 24 അപ്പോൾ എത്ര? 7. ഇതാണ് സംഭവം. ഇപ്പോൾ പിടി കിട്ടിയോ നിങ്ങളെ? ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്കിനി എക്സസൈസ് ചെയ്യാം. അതുപോലെ തന്നെ പേജ് നമ്പർ 134 നോക്കണം നിങ്ങളെ. 134 ടെസ്റ്റ് ചെയ്തേക്കുന്ന കണക്കുകൾ മാത്രമാണ് നിങ്ങളെ ഞാനിപ്പോൾ ആദ്യം പറയുന്നത്. കാരണം അത് മനസ്സിലാക്കിയിട്ട് നമുക്കത് പഠിക്കാം. നോക്കണം, ഇവിടെ 90 ഡിവൈഡ് അല്ലേ. എക്സാമ്പിൾ ഡിവൈഡ് 90/18. 90നെ 18 വെച്ച് ചെയ്യാൻ. എത്ര നിങ്ങളെ? 90യെ 18 വെച്ച്. അപ്പം നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് നോർമലി എങ്ങനെ എഴുതാം? നമ്മൾ ആദ്യമേ 90നെ എന്ത് ചെയ്യുക? ഘടകക്രിയ ചെയ്യുക. 90 അല്ലേ. 90യെ നോക്കിക്കുക. 90 ടെസ്റ്റ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. 2 വെച്ച് ചെയ്യാം. എത്ര? 4 2 8 5 2 10 45 5ൻ്റെ ടേബിൾ എടുക്കാം. 9 5 45 9 9 3ൻ്റെ ടേബിൾ എടുക്കാം. 3 9 3 ബാലൻസ് 1. ഓക്കെ. 18 2ൻ്റെ ടേബിള് 2 9 18 9 3ൻ്റെ ടേബിളിൽ 3 3 9 3 1. ഓക്കെ. അപ്പോൾ ഇനി 90 എന്ന് പറയുന്നത് 90 = 2 × 2 5 10 5 3 30 30 3 3 9 90. ഓക്കെ. 18 എന്ന് പറയുന്നത് 2 3 6 6 3 2 3 6 6 3 18. ഓക്കെ. ഇനി ഇതിൽ രണ്ടിലും പൊതുവായിട്ട് വന്നത് 2 പൊതുവായിട്ട് വന്നിട്ടുണ്ട്. 5 ഇവിടെ ഇല്ല. എത്ര? 3 ഉണ്ട്. ഇവിടെ ഒരു 3 ഉണ്ട്. ഇല്ലാത്തത് ആരാണ്? ഇവിടെ 5 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 90നെ 18 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 5 കിട്ടും. കണ്ടോ? ഇത് ലാസ്റ്റ് പേജിലെ കണക്കാണ്. ഇനി എക്സസൈസ് ചെയ്യാം. ഓക്കെ കുഞ്ഞുങ്ങളെ. അതായത് നമ്മൾ 90നെ 18 കൊണ്ട് ഹരിക്കുമ്പോൾ 90നെയും 18ൻ്റെയും ഫാക്ടർ കാണണം കേട്ടോ. കോമൺ ഫാക്ടർ കാണണം. ഇതിനകത്തിലെ കോമൺ ഫാക്ടർ ഏതൊക്കെയായിരുന്നു? കോമൺ ഫാക്ടർ 3 9 9 × 2 18 കോമൺ ഫാക്ടർ വന്നത് അല്ലേ. 2 ഇൻറ്റു ഇത് വേണമെങ്കിൽ ഇൻറ്റു ചെയ്ത് നോക്കാം കുഞ്ഞുങ്ങളെ. 2 അല്ലേ പൊതുവായിട്ടുണ്ട്. 2 × 3 2 × 3 6 6 3 18 കോമൺ ഫാക്ടർ 18 ആവുന്നല്ലേ. അപ്പോൾ 90നെ 18 കൊണ്ട് ഹരിക്കാൻ പൊതു ഘടകങ്ങളായ 9ഉം 2ഉം ഒഴിവാക്കിയാൽ മതി. നമുക്ക് ഈ തന്നിരിക്കുന്ന ഇതിനെ 2ലും പൊതുവായിട്ട് വരുന്നതാണ് പൊതു ഘടകങ്ങൾ. അതിനെ അങ്ങ് ഒഴിവാക്കിയാൽ മതി. ഹരണഫലം എന്തായിരിക്കും? 5 ആയിരിക്കും. അതായത് 90നെ 18 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 5 കിട്ടും എന്നാണ് കേട്ടോ. അതൊക്കെ നമ്മളിപ്പോൾ കുറേ പറഞ്ഞല്ലോ. ഇനി ഇംഗ്ലീഷ് കോമൺ നമ്പർ എന്നൊക്കെ അറിയത്തില്ലോ നിങ്ങൾ? ഓക്കെ ആണല്ലോ. ഇപ്പോൾ എക്സർസൈസ് ചെയ്യാം. ടെസ്റ്റിലെ ഒന്നാമത്തെ നോക്കൂ നിങ്ങളെ. പേജ് നമ്പർ 134 ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നൗ ഫൈൻഡ് ദ ക്വസ്റ്റ്യൻസ് ബിലോ ദ റിമൂവിങ് കോമൺ ഫാക്ടർ. കോമൺ ഫാക്ടർ ആണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കിക്കേ. ചുവടെയുള്ള ഹരണക്രിയയിൽ പൊതുഘടകങ്ങൾ ഒഴിവാക്കി നോക്കൂ. പൊതുവായ ഘടകങ്ങൾ ഒഴിവാക്കി നോക്കൂ. നമ്മൾ ആ പറഞ്ഞ രീതി തന്നെയാവും നിങ്ങളെ തെറ്റാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതല്ല നിങ്ങൾക്ക് ടെസ്റ്റിലെ മോഡലാണ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക. രണ്ടായാലും നമുക്ക് ആൻസർ കിട്ടണം കേട്ടോ. അതായത് ഞാൻ ആ പറഞ്ഞ രീതി വെച്ചെങ്കിൽ ഇപ്പം നോക്കിയേ 600 2 2 3 6 300. ഈ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ പല മെത്തേഡും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒക്കെ 2ൻ്റെ ടേബിൾ ആയപ്പോൾ 3 2 6 പിന്നെ 0നെ താഴോട്ട് അങ്ങ് ഇറക്കിയാൽ മതി കേട്ടോ. ഇനി 300 3ൻ്റെ ടേബിളിൽ 100 അല്ലേ. 100നെ 2ൻ്റെ ടേബിളിലാകുമ്പോൾ ഹാഫ് ചെയ്തങ്ങ് വിട്ടാൽ മതി. 50 എന്ന് പറയുന്നതിനെ വേണേൽ 5ൻ്റെ ടേബിളിൽ എത്ര? 15 50 അല്ലേ. 10നെ 5ൻ്റെ ടേബിളിൽ 2 5 10 2 1. ഇതിനെ നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിലും ചെയ്യാം കേട്ടോ. 10നെ നമുക്ക് 5ൻ്റെ ടേബിൾ ഇവിടുന്നേ തുടങ്ങും. എങ്ങനെയായാലും ഈ ഒരു ഇത് വരും കേട്ടോ. അടുത്ത 150 150നെയും 2ൻ്റെ 7 2 14 5 2 10 7 2 14 ശിഷ്ടം 1 ഇങ്ങോട്ട് കൊടുത്ത് 10 5 2 10 75 5ൻ്റെ ടേബിളിൽ ഒരു 5 5
പിന്നെ ബാലൻസ് 2 25, 5 5 25, 15 5 75 അറിയാമല്ലോ. എന്നാലും നോക്കിക്കേ, 1 5 5, ബാലൻസ് 2, ആ 2 ഇപ്പുറത്ത് കൊടുക്കണം. അപ്പോൾ 25, 5 5 25, 15 5ൻ്റെ ടേബിളിൽ 3 3 5 3, ഓക്കെ 3 1. ഇനി നമ്മൾ എന്ത് ചെയ്യണം, 600 എന്നെഴുതിയിട്ട് 2 × 3 × 2 × 5 × 5 × 2 അല്ലേ, ആണല്ലോ. ഇനി അടുത്ത 150ൻ്റെ ആണെങ്കിലോ 2 × 5 × 5 × 3 × 3, ഓക്കെ. പൊതുവായിട്ടുള്ളതിനെ എടുത്ത് 2 രണ്ടിടത്തുമുണ്ട്, 3യും രണ്ടിടത്തുണ്ട്. ഇവിടെ ഒരു 3യും ഇവിടെ ഒരു 3യും ഉണ്ട്. 3 രണ്ടിടത്തുണ്ട്. 2 ഇവിടെ ഇല്ല, താഴെ ഇല്ല, 2 വേറെ ഇല്ല. 5 ഉണ്ട് അല്ലേ, ഇവിടെ ഒരു 5 ഉണ്ട്. പിന്നെ ഇവിടെ ഒരു 5 ഉണ്ട്, കണ്ടോ, 5 ഉണ്ട്. അപ്പോൾ ഇനി എടുക്കാത്ത പേരല്ലാത്തത് ഇതിങ്ങനെ വരച്ചത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? കണ്ടേ, മുകളിലും താഴെയും വരണം. അപ്പം 2 നോക്കിയേ, മുകളിലും താഴെയുണ്ട്. 3 ഈ റോ ഇവിടെ ഇവിടെ ഒരാളുണ്ട്, അപ്പോൾ ഇവർ തങ്ങളിൽ അങ്ങ് ചേരും. പിന്നെ ഇവിടെ നോക്കിക്കേ, 5 വേറെ താഴെ, ഇവിടെ ഒരു 5 ഉണ്ട്. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു 5 ഉണ്ട്. അപ്പോൾ അവർ തങ്ങളിൽ അങ്ങ് ജോയിൻ്റ് ആവും അല്ലേ, കോമൺ ഫാക്ടർ. അതിനാണ് കോമൺ ഫാക്ടർ, രണ്ടിലും അടങ്ങുന്നതിനെയാണ് കോമൺ ഫാക്ടർ. ഇനി ഇല്ലാത്ത, ഇതിനകത്ത് കോമൺ അല്ലാത്ത കിടപ്പുണ്ടോ? അതാ ഇവിടെ ഒരു 2 കിടപ്പുണ്ട്, ഇവിടെ ഒരു 2 കിടപ്പുണ്ട്. 2 × 2 എന്താ നിങ്ങളെ 4 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യണം, 600 ഡിവൈഡ് 150 = 4 ആൻസർ. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ മാറ്റിയിട്ട് 600നെ 150 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. 150 × 4, 0 4 0, 5 4 20, ശിഷ്ടം 2, 1 4 2 6, 600, 4 600 ആവും കേട്ടോ. നിങ്ങൾക്ക് സംശയമുള്ളവർക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു ഈ മെത്തേഡാണ് ഒരു 2ൻ്റെ മാത്രമേ ഇത് ടേബിൾ നോക്കിയേ, 2 5 3 മാത്രമേ ഉള്ളൂ. എന്തായാലും അതറിയാൻ വയ്യാത്ത കുട്ടികൾ ആരും കാണത്തില്ല ഇല്ലയോ നിങ്ങളെ? അത് അപ്പോൾ ഈ മെത്തേഡിൽ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി അതെല്ലാം നമ്മുടെ ടെസ്റ്റിൽ കിടക്കുന്ന രീതിയിൽ ചെയ്യാൻ നിങ്ങൾക്ക് അതാണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ ആ മെത്തേഡ് ചെയ്താലും മതി കേട്ടോ. മോഡൽ ആൻസർ നമുക്ക് ഇതാ വരുന്നത്. അടുത്ത ഏതാവും നിങ്ങൾ 900 അല്ലേ, 900 ഡിവൈഡ് 900 ഡിവൈഡ് 180 രണ്ടാമത്തെയാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം നോക്കിക്കേ, 900 അല്ലേ, 900 ഡിവൈഡ് 2 വെച്ച് ചെയ്യാം. എത്ര, 4 2 8, ഇങ്ങോട്ടെടുത്തു 10, എത്ര 5 2 10 അല്ലേ. അപ്പോൾ 45, 0നെ താത്തിറക്കി 450. 450നെ നമുക്ക് 5ൻ്റെ ടേബിളിൽ ചെയ്യാം. 9 5 45, 0നെ താത്തിറക്കി 90, 3ൻ്റെ ടേബിളിൽ 3 9, 30 3ൻ്റെ ടേബിളിൽ 10, 10 5ൻ്റെ ടേബിളിൽ 2 2 1, ഓക്കെ. ഇനി 180നെ ഡിവൈഡ് ചെയ്യാം. ഘടകക്രിയ ചെയ്യണമെന്നേ പറയുള്ളൂ. നമ്മളോട് ചോദിച്ചാൽ എന്താ കോമൺ ഫാക്ടർ കാണുക എന്നുള്ള. അപ്പോൾ 180 എന്ന് പറയുന്നതിന് 2ൻ്റെ ടേബിളിൽ 9 2 18 90, 3 3 3 9 30, ഓക്കെ. 3 10 5 2 2 1, ഓക്കെ. ഇനി 2ലും പൊതുവായിട്ടുള്ള നോക്കിക്കേ, 900 എടുക്കുക. 900 = 2 × 5 × 3 × 3 × 5 × 2, ഓക്കെ. 180 എന്ന് പറയുന്നതോ 2 × 3 × 3 × 5 × 2, ഓക്കെ. പൊതുവായിട്ടുള്ള ഓക്കെ, ഇവിടെ 2 എണ്ണം ഉണ്ട്, ഓക്കെ. ഇവിടെ ഒരു 5 ഉണ്ട്, ഓക്കെ. ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, പിന്നെ ആരാ, ഇവിടെ ഒരു 2 ഉണ്ട്. അപ്പോൾ ഇവിടെ ഇല്ലാത്ത ആരാ, ഒരു 5 ഉണ്ട്. നോക്കണേ കുഞ്ഞുങ്ങളെ, ഇവിടെ എത്ര, ഒരു 5 ഉണ്ട്. കോമൺ ഫാക്ടർ അല്ലാത്ത ഒരു 5 ഉണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, 900 ഡിവൈഡ് 180 എന്ന് പറയുന്നത് 5 ആണെന്ന്. ഇങ്ങനെയായിട്ട് എളുപ്പമല്ല ഈ മെത്തേഡ്, എളുപ്പമാണെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ കുഞ്ഞുങ്ങളെ കേട്ടോ. അതല്ല നിങ്ങൾക്ക് ടെസ്റ്റിൽ കിടക്കുന്ന മെത്തേഡ് അത് തന്നെയാണ് കുഞ്ഞുങ്ങളെ. എന്താ അവരതിനെ എന്ത് ചെയ്യാം, ഓരോന്നിനെ എടുത്ത് ഇപ്പം 180 ആണെങ്കിൽ ആദ്യം 2 വെച്ച് ചെയ്യും ഇല്ലേ. ഫസ്റ്റ് ഈ പറയുന്ന 2 വെച്ച് ആദ്യം ചെയ്യും. പിന്നെ ഇതിന് ഈ 2 വെച്ച് ചെയ്താൽ ബാക്കി 450 വരും. ആ 450നെ എന്ത് ചെയ്യും, ഈ കിട്ടിയ ആൻസർ കൊണ്ട് വീണ്ടും ആ 450നെ ചെയ്യും. വീണ്ടും അത് കഴിഞ്ഞിട്ട് എന്താ 90നെ, അങ്ങനെ ഒരു താഴോട്ട് വരികയാണ്. പക്ഷെ നമുക്ക് ആൻസർ കിട്ടിയാൽ മതി. കോമൺ നമ്മളോട് ചോദിച്ചാൽ എന്താ കോമൺ ഫാക്ടർ, റിമൂവിങ് കോമൺ ഫാക്ടർ അല്ലേ. ബാക്കി വരുന്നത് കർണക്രിയയിൽ പൊതുഘടകങ്ങൾ ഒഴിവാക്കിയാൽ ബാക്കി എന്തോ വരുന്നത് നമ്മളോട് ചോദിച്ചുള്ളൂ അല്ലേ. അപ്പം നമുക്ക്
രണ്ടെണ്ണം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തത് നോക്കൂ നിങ്ങളെ, 225 ഡിവൈഡ് 75 അല്ലേ, എളുപ്പമല്ലേ? 225 ഡിവൈഡ് 75. അപ്പോൾ നമ്മൾ 225 ആദ്യമേ ചെയ്യുക. 225 ലാസ്റ്റിൽ 5 വന്നാൽ നമുക്ക് 5ൻ്റെ തന്നെ ടേബിൾ എടുക്കാം. 5ൻ്റെ എടുത്തു. എത്ര? 5 4 20. ഇപ്പോൾ ബാലൻസ് ഒരു 2 വന്ന് ഇങ്ങോട്ട് 25. 5 5 25. ഓക്കെ. 45 നമ്മൾ 5ൻ്റെ ടേബിളിൽ 9 5 45. 9 3ൻ്റെ ടേബിളിൽ 3 3 9 3 1. ഇനി 75 എന്ന് പറയുന്നത് 5ൻ്റെ ടേബിള് അല്ലേ, ഒരു 5 5 15 5 70 മുമ്പ് നമ്മൾ ചെയ്ത 15 എന്ന് പറയുന്നത് 3ൻ്റെ ടേബിളിൽ 5 3 15. 5 എന്ന് പറയുന്നത് 1. അപ്പോൾ നമ്മൾ എന്തെഴുതാം? 225 എന്ന് എഴുതിയിട്ട് 5 × 5 × 3 × 3. ഇനി 75 എന്ന് എഴുതിയിട്ടോ, ഇതൊക്കെ ഇതാണ് നിങ്ങൾ ഈ എഴുതിയേക്കുന്നതാണ് ഇത്. ഇനി ഇതൊക്കെ 5 × 3 × 5 അല്ലേ. ഇതിൽ രണ്ടിലും പൊതുവായിട്ട് വന്ന് നോക്കിയേ 5 അല്ലേ. വേറെ 5 ഉണ്ടോ? ദാണ്ട് ഇവിടെ ഒരു 5 ഉണ്ട് അല്ലേ, ഈ 5. ഇനി ഒരു 3 ഉണ്ട്, ദാണ്ട് ഇവർ 2. ഓക്കെ. ഇനി ഇല്ലാത്ത ഏതാ? ഒരു 3 ആണ് അല്ലേ. ആണോ നിങ്ങളെ? ഒരു 3 മാത്രം വന്നിട്ടുണ്ട് അല്ലേ. മനസ്സിലാവുന്നുണ്ടോ? ഇല്ലാത്ത 3 ആണ്. അപ്പം നമുക്ക് എന്തെഴുതാം? 225നെ 75 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 3 കിട്ടും. എന്നുവെച്ചാൽ കോമൺ ഫാക്ടർ അല്ലാതെ വരുന്നതിന് ഇത് നിങ്ങൾ ഇതെന്തുവാ, ഇത് പുഴു കുരിക്കുന്ന പോലൊക്കെയാണോ? മുകളിലും താഴെയും ഉള്ളതിനെ അങ്ങ് ജോഡിയാക്കിയതാണ് കേട്ടോ. അല്ലാതെ ഞാനിവിടുന്ന് എണി പാമ്പും കളിക്കൊന്നും അല്ല കേട്ടോ. ഓക്കെ കേട്ടോ നിങ്ങളെ. 220. ഓക്കെ. അടുത്ത ലാസ്റ്റ് കണക്കാണ് 420 ഡിവൈഡ് 105. മനസ്സിലാവുന്നുണ്ടോ എൻ്റെ കുഞ്ഞുങ്ങളെ? കേട്ടോ, നിങ്ങൾ മനസ്സിലാവുന്ന ഈ ചാപ്റ്ററിനെ കുറിച്ച് നിങ്ങൾ ആരും കമൻറ്റ് ഇട്ടില്ല. ഇനി സ്കൂളിൽ പഠിപ്പിക്കാഞ്ഞതുകൊണ്ടാണോ? അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കുറേ പേരിരുന്ന് കാണുന്നുണ്ട് കേട്ടോ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ഒരു മുതൽ മുടക്കും ഇല്ലല്ലോ. ഒന്ന് ചെയ്തേക്കണേ കുഞ്ഞുങ്ങളെ. അപ്പം നോക്കിക്കേ, 420. ഇത് ഞാൻ എൻ്റെ മാത്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയോ? നിങ്ങൾ 5ാം ക്ലാസ് ഉള്ളൂ കുഞ്ഞുങ്ങളെ, എനിക്കറിയാം. കോവിഡൊക്കെ കഴിഞ്ഞിട്ടൊക്കെ വന്ന് കയറി ഇല്ലേ. 5ാം ക്ലാസ് സത്യം പറഞ്ഞാൽ അക്ഷരം പോലും നേരെ ചൊവ്വിന് അറിയാൻ വയ്യാത്തതാണ്. ഒരു 100 എണ്ണത്തിൽ എടുക്കാമെങ്കിൽ 70 എണ്ണത്തിനും ആ ഒരവസ്ഥയാണ്. എനിക്ക് നല്ലപോലെ ഓരോരുത്തരെയും എനിക്ക് അറിയാം. അപ്പം വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ വീട്ടിൽ നിന്ന് ഈ കോവിഡ് കാലത്തൊക്കെ പഠിച്ചത്. വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ തരണം ചെയ്താണ് നിങ്ങളിപ്പോൾ ഈ 5ാം ക്ലാസ്സിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെ ചെറുതിൽ നിന്നും വേണം നമ്മൾ എപ്പോഴും വലുതിലോട്ട്. മാത്സ് എന്ന് കേൾക്കുമ്പോഴേ പിള്ളേർക്ക് എന്തോ പോലെ, ചില കുട്ടികൾക്ക് ഈ മാത്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അല്ലേ ആ വിഷയം കേൾക്കുമ്പോൾ എന്തോ പോലെ പക്ഷെ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലോട്ടാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് കേട്ടോ. ഏറ്റവും ചെറിയ മെത്തേഡ് നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടി. കാരണം മാത്സ് ബോറടിക്കരുത്. മാത്സ് എന്ന് കേൾക്കുമ്പോഴേ അതെന്തോ വലിയ സംഭവമെന്ന് വിചാരിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഏറ്റവും ചെറിയ രീതിയിൽ പഠിപ്പിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ കമൻറ്റുകളൊക്കെ ഒന്ന് പറയണേ നിങ്ങൾ കേട്ടോ. കാരണം നിങ്ങൾ കുഞ്ഞുങ്ങൾ 5 വയസ്സെന്ന് വെച്ചാൽ 5ാം ക്ലാസ് എന്ന് വെച്ചാൽ 10 വയസ്സേ ഉള്ളൂ അല്ലേ. 10 വയസ്സ് കഷ്ടിയായ പിള്ളേർക്കൊക്കെ എടുക്കാൻ വയ്യാത്ത ആൾജിബ്രയും അല്ലേ മറ്റേത് മറിച്ചൊക്കെ അല്ലേ. കോമൺ ഫാക്ടർ എന്ന് വെച്ചാൽ സാധാരണ നമുക്ക് തന്നിരിക്കുന്ന 2 ഡിജിറ്റ് ഉണ്ട് അല്ലേ. ഇപ്പോൾ 420 ഡിവൈഡ് 105 അല്ലെ, 420 ഡിവൈഡ് 105. അപ്പോൾ അതിനെ ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് 2ലും പൊതുവായിട്ട് 2ലും ഒരേപോലെ അടങ്ങിയിരിക്കുന്ന ഏതാണെന്ന് വെച്ചാൽ അതിനെയാണ് കോമൺ ഫാക്ടർ. ഇനി അതില്ലാതെ വരുന്നത് അല്ലേ, ഇപ്പോൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് കുറേ എണ്ണം ചെയ്തപ്പോൾ മനസ്സിലായി. അതില്ലാതെ വരുന്ന ഏതാണോ അതാണ് അതിൻ്റെ ആൻസർ. ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ഇത് ലാസ്റ്റ് കണക്കാണ് 420നെ നമുക്ക് ഇത് നിങ്ങൾക്ക് ഇവിടെയൊക്കെ ഇപ്പോഴും തെറ്റുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? അതായത് ലാസ്റ്റിൽ 0 വന്നാൽ 2ൻ്റെ ടേബിൾ അല്ലേ. 2 2 4 1 2 2 0നെ താത്തിറക്കി. 210 2ൻ്റെ ടേബിളിൽ എത്ര കുഞ്ഞുങ്ങളെ? 10 2 അല്ല 1 2 2. ഇനി ചാടി കയറി എഴുതല്ലേ, കാരണം 1 2 2 പിന്നെ ഒരു 10 ആണല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? 2 സംഖ്യ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആലോചിച്ചിട്ട് എഴുതണം. 0 ഇട്ട് കൊടുക്കണം കേട്ടോ. 105 × 2 ആണ് 210 കേട്ടോ. ഇതെല്ലാവർക്കും തെറ്റുന്നതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ എപ്പോഴും ഞാൻ എടുത്തെടുത്ത് പറയുന്നത് കേട്ടോ. 10 2 20 ആണ്. 10 2 20. ശിഷ്ടം 1 ഇങ്ങോട്ട് കൊടുത്തു 5. അപ്പോൾ 5 2 10. 105-നകത്തിൽ 2 എത്ര? 5 2 10 1. അത് 51 ആണ്. 5 2 10 പിന്നെ 1 51. 51 ഏതിൻ്റെയും ടേബിളിൽ വരുന്നുണ്ടോ നിങ്ങളെ? 51 25 51. സോറി നിങ്ങളുടെ 5 അല്ലേ ലാസ്റ്റ് വന്നത്. അപ്പോൾ എങ്ങനെയാണ് 2ൻ്റെ ടേബിൾ പറ്റുന്നത്? 5 ലാസ്റ്റ് വന്നാൽ 5ൻ്റെ ടേബിളിൽ എത്ര? 5 2 10 പിന്നെ 2 5 10 21 ആണ്. 21 വരുന്നത് 3ൻ്റെ ടേബിൾ 3 7 21 അല്ലേ. 7 ഓക്കെ 7 1.
ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 105 അതുപോലെ ചെയ്യണം. 105 എന്ന് 5 ലാസ്റ്റ് വന്ന 5ൻ്റെ ടേബിൾ എടുത്തോ. 2 5 10 അല്ലേ? പിന്നെ എത്ര? 2 5 10 1 5 5 21 5 105 21 3ൻ്റെ ടേബിൾ 7 3 21 7 7ൻ്റെ ടേബിൾ 1. ഓക്കെ, ഇവിടെ ഏതൊക്കെ ആയിരിക്കും കോമൺ ഫാക്ടർ നോക്കിക്കേ. 420 എന്ന് പറയുന്നത് ഇത്ര 2 × 2 2 4 4 5 20 23 60 6 7 42 3 7. ഓക്കെ, അടുത്തത് 105 എന്ന് പറയുന്നത് 5 3 15 15 7 105 15 7. ഓക്കെ, ഇനി ഇതിനകത്ത് രണ്ടിലും പൊതുവായിട്ട് വന്നേക്ക് നോക്കിയേ. 2 ഇതിനകത്തിലൊന്നും താഴെ ഒന്നും 2 ഇല്ല. ഈ 2ഉം താഴെ ഒന്നും 2 ഇല്ല. 5 ഇവിടെ ഒരെണ്ണം ഉണ്ടല്ലേ, 5 ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു 3 ഉണ്ടല്ലേ, ഇവിടെ ഒരു 3 ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു 7 ഉണ്ട് അല്ലേ? അതല്ലോ, നിങ്ങളെ മനസ്സിലായോ? പൊതുവായിട്ട് വന്ന ഇതിന് 5 ഇവിടെ ഉണ്ട്, 3 ഉണ്ട്, 2 ഇവിടെ ഇല്ലാത്ത ആരൊക്കെയാണ്? അപ്പോൾ ഒരു 2 × 2 4 അല്ലേ? 4 ഇല്ല. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 420 ഡിവൈഡ് 105 എന്ന് പറയുന്നത് ഇവിടെ 2 × 2 4 വരാത്തത് ഏതാണോ അതാണ്. മനസ്സിലാകുന്നുണ്ടോ നിങ്ങളെ? ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ആ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും എഴുതിയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കമൻറ്റ് നോക്കണം, എങ്കിലേ ഞാൻ അടുത്ത ചാപ്റ്റർ എടുത്തുള്ളൂ. നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. മനസ്സിലായാലും ഇല്ലെങ്കിലും പറയാം കുഞ്ഞുങ്ങളെ. മനസ്സിലായില്ല, ഈ ഒരു കണക്ക് ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് പറ. ചിലപ്പം സമയമുണ്ടെങ്കിൽ ഞാൻ ആ മനസ്സിലാവാത്ത കണക്ക് ഇട്ട് തരാം. ഞാൻ എത്രത്തോളം നിങ്ങൾ പല ടീച്ചർമാർ ക്ലാസ് കണ്ടിട്ടുള്ള സ്കൂളിലായാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിൽ എവിടെയൊക്കെയോ ആയിക്കോട്ടെ കണ്ടതിൽ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡിൽ മാത്രമേ ഞാൻ ചെയ്ത് പഠിപ്പിക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു. എന്തായാലും പറഞ്ഞു കേട്ടോ. താങ്ക് യു.